റോ ചെയ്യുമ്പില്ലേ ഓക്കെ ഡിസ്പ്ലേ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഓക്കെ ഓക്കെ കാല് രണ്ട് ലോക്ക് ചെയ്യണം. കാല് ലോക്ക് ചെയ്യാം. ഓക്കെ ദെന്നില്ലേ വെറുതെ റൊട്ടേറ്റ് ചെയ്ത് വലിക്കാം. ഓക്കെ ഇതിനകത്ത് മീറ്റർ കണ്ട, ഇതാണ് മീറ്റർ. മാക്സിമം പവറിൽ വലിക്കുക. കൂടുതൽ സ്പീഡ് അതായത് ഇത് തന്നെ റീഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ പവറില്ലേ, പവറാണ് മാക്സിമം റീഡ് ആവണത്. ഓക്കെ ദെൻ സ്ലോലി വിടാം. ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇത് കുറേ നേരം ഇവിടെ പിടിച്ചോണ്ടിരുന്ന മീറ്റർ കൂടും. അതിനകത്ത് മീറ്റർ കൂടുതലല്ല, പക്ഷെ മീറ്റർ കൂടും, പക്ഷെ അതാവൂല, പ്രോപ്പർ ആവൂല. ഈ മാക്സിമം പവർ യൂസ് ചെയ്യാം, സ്ലോലി വിടാം. ഇങ്ങനെ സ്പീഡിൽ കുറെ പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ പയ്യെ വിടണവന് ഡ്രോ അതാവുള്ളൂ. ഓക്കെ ബ്രീത്ത് മാക്സിമം എടുക്കാൻ പറ്റും. ഓക്കെ രണ്ട് രീതി പുഷ് ചെയ്യാം. ഒന്ന് വെറുതെ ഇങ്ങനെ പുഷ് ചെയ്യാം. ഓക്കെ ഓക്കെ വേറൊന്ന് മാക്സിമം ബോഡി താഴോട്ട് പിടിക്കുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ഇതിനകത്തോട്ട് വരും. ഓക്കെ ദെൻ ഇവിടെ മാക്സിമം ഫ്രണ്ടിലോട്ട് ഹോൾഡ് ചെയ്യാം. ദെൻ അറ്റത്തുനിന്ന് പുഷ് ചെയ്യാം. ഓക്കെ ഓക്കെ ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് പുഷ് ചെയ്യാം. ഇങ്ങനെ പുഷ് ചെയ്യാം. ഇത് പാടാണ്. ഓക്കെ നമ്മൾ ഇങ്ങനെ മാക്സിമം ബൈക്ക് ഉണ്ടാക്കണം. ബോഡി വെയിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ ഇത് 4 റൗണ്ട് അല്ലേ? 2 ലാപ്പ് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. സാൻഡ് ബാഗ് ലഞ്ച് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ ഉള്ളിൽ ആദ്യത്തെ ലഞ്ചസ് ഇതിന്റെ ഉള്ളിൽ ലഞ്ചസ് ചെയ്യണം. അപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പകുതിന്ന് പോകാൻ പറ്റില്ല, അപ്പ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. ഓക്കെ ഫുള്ള് താന്ന് മുട്ടണം, മുട്ടാല് മുട്ടണം, അപ്പ് ചെയ്യണം. ഓക്കെ ദെൻ അഗൈൻ മുട്ടണം, അപ്പ് ചെയ്യണം. ഓക്കെ പോയി വരാം 4 റൗണ്ട്. ഫാർമേഴ്സ് ക്യാരി ചെയ്യുമ്പോൾ നോർമലി ഇങ്ങനെ പിടിക്കാം. 4 ലാപ്പ് തന്നെ. 4 ലാപ്പ്. ഓക്കെ ഇതിങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതിന് പകരം നമ്മളൊരു ഹുക്ക് പോലെ പിടിക്കാം. ഇതൊരു ഹുക്കാ. ഓക്കെ അപ്പൊ നമുക്ക് കൂടുതൽ അത് ചെയ്യാൻ പറ്റും. ഇത് 4 ലാപ്പ് അല്ലേ? നോർമലി പിടിച്ചാൽ ഊരിപ്പോവും, മറ്റേത് പിടിച്ചാൽ കുറച്ചുകൂടി ബലം കിട്ടും. പ്രോപ്പർ ഒരു ഗ്രിപ്പ് കിട്ടും. ഈ സിൽക്ക് പോലത്തെ മാറ്റണോ? ഇല്ല, ഇത് 2 പീസ് ഉള്ളൂ. അത് അലിസ്റ്റേഷൻ എടുത്തോളൂ. ഹുക്ക് ചെയ്ത് പിടിക്കാം, അതാണ് എപ്പോഴും ബെറ്റർ. ഇതാകുമ്പോൾ ഇങ്ങനെ തന്നെ പോവില്ല. ഓക്കെ ഇത് എങ്ങനെയും ക്യാരി ചെയ്ത് പോയാൽ പോരെ? എങ്ങനെയാലും ക്യാരി ചെയ്താൽ മതി, പക്ഷേ സ്റ്റാൻഡ് സ്ട്രൈറ്റ്. ഓക്കെ എപ്പോഴും ചെസ്റ്റ് അപ്പ് ചെയ്ത് നോക്കണം, കോർ എൻഗേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റും. ബർപ്പീസ് ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാവോ? നമ്മുടെ ഇഷ്ടം. ബർപ്പീസ് ചെയ്യുമ്പോൾ മതി. ആദ്യം ഇതിന്റെ ഉള്ളിൽ ബർപ്പ് ചെയ്യണം. ജമ്പ് ചെയ്യാം, കൈ കുത്ത, ബാക്കിലോട്ട് ബർപ്പ് ചെയ്യാം. കൈയുടെ ബാക്കിലായിരിക്കണം കാല് കുത്തേണ്ടത്. മാക്സിമം ജമ്പ് ചെയ്യാം. ഓക്കെ ദെൻ കൈയായിട്ടൊരു മാക്സിമം ഒരു ഹാൻഡ് ഡിസ്റ്റൻസ് ബാക്കിലോട്ട്. നിങ്ങൾ മാക്സിമം എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നോ അത്രയും ബർപ്പി ഉറവടിച്ചാൽ മതി. 4 റൗണ്ട്. നിങ്ങൾ ലാസ്റ്റ് ലൈൻ്റെ ഇവിടെ വന്ന് ഓക്കെ നിങ്ങൾ ജമ്പ് ചെയ്ത് ഈ ലൈൻ്റെ ഉള്ളിലാണ് കയറണമെങ്കിൽ ബർപ്പി ചെയ്യണ്ട. ഓക്കെ ഇവിടെ നിന്ന് മാക്സിമം നീ ഇവിടെ വന്ന് ജമ്പ് ചെയ്ത് ലൈനിൽ ചവിട്ടിന്ന് വെച്ചോ ബർപ്പി ചെയ്യണം. ലൈനിന്റെ അപ്പുറത്ത് പോകണേ ബർപ്പി ചെയ്യണ്ട. മാക്സിമം ഡിസ്റ്റൻസ് ജമ്പ് ചെയ്യാം. പിന്നെ എനർജി സേവ് ചെയ്യാൻ വേണ്ടി കാല് കയറ്റി വെക്കാം. മോളിൽ കൊള്ളുകയും വേണം, പിടിക്കാൻ നേരത്തെ ഇരിക്കുകയും വേണം, എങ്കിലേ കൗണ്ട് ചെയ്യുള്ളൂ. വീഡിയോ മുട്ടാലിന് താഴെ വേണ്ട. ഓക്കെ ഡ്രോപ്പ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യണേ? ഇല്ല കൊള്ളണില്ല ഇത്. മുട്ടാലിന് താഴെ പോയില്ലെങ്കിൽ അത് കൗണ്ടബിൾ അല്ല. ഇരിക്കണമെന്നോ നല്ലപോലെ. ഇത് വെയിറ്റ് കുറയ്ക്കാനോ എണ്ണം കുറയ്ക്കാനോ ചാൻസ് ഇല്ല അല്ലേ? പടത്തല്ലേ മിനി ഹൈറോക്സാ. സുഹിത്തേ വന്നു ഇവിടുന്ന് ആ സൈഡ് ഒരു 25 മീറ്ററാ. ഓക്കെ ടോട്ടലി പോയി വരാം. കോൺ വേണമെങ്കിൽ വെക്കാം. ഓക്കെ 4 ലാപ്പ്. കോണിന്റെ ഉള്ളിൽ കവർ ചെയ്ത് ഓടണം എപ്പോഴും. ഓക്കെ നിങ്ങളുടെ കൂടെ ഉള്ള ആരാണോ ഒരു മാക്സിമം മാന്യമായിട്ട് നോട്ട് ചെയ്താൽ എങ്ങനെ കോൺ കവർ ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇവിടെ ഒരു കോൺ വെക്കും. ഓക്കെ ഇതിന്റെ ബാക്ക് വരെ ഓടണം. ഓക്കെ തിരിച്ചോടാൻ കോൺ ഉണ്ടാവും, അവിടെയും കോൺ ഉണ്ടാവും. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം.